ആഹാ, ഇതാണ് ആഷിക്കിന്റെ വീട്. കാണാൻ തന്നെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഇത് തന്നെയാന്ന് എനിക്ക് തോന്നുന്നേ. നിങ്ങൾ ആരാ? ഇത് ആഷിക്കിന്റെ വീടാണോ? ഞങ്ങൾ ആഷിക്കിന്റെ നോക്കി വന്നതാ. ഓ, നിങ്ങൾ ആഷിയുടെ ഫ്രണ്ട്സ് അല്ലേ? ഇത് തന്നെയാ വീട്. ഞാൻ അവന്റെ ഇത്തയാ. ഇത്തയോ? അവന് ചേച്ചിയുടെ കാര്യമൊന്നും അവൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്തായാലും അകത്തേക്ക് വാ. നിങ്ങൾ മൂന്നാളും ആഷിയുടെ ക്ലാസ്മേറ്റ്സ് ആണോ? ഞങ്ങൾ രണ്ടാളും ആഷിയുടെ ക്ലാസ്മേറ്റ്സാ. ഇതെന്റെ ചേച്ചിയാ. അവൻ അവന്റെ മുറിയിലുണ്ടാവും. നമുക്ക് അകത്തേക്ക് പോകാം. വാനിലച്ചെടിയേ വാനോളം വളര് വാ 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 വന്നു. അതാരാ പാടിയേ? ഞാൻ തന്നെ. ഉണ്ണി, നീ ഇതെപ്പോ വന്നേ? ഇതാ ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാൻ മാത്രല്ല. ചിന്നു, നീയും ഉണ്ടായിരുന്നോ കൂടെ? ചിപ്പി ചേച്ചി ചേച്ചി ഉണ്ടായിരുന്നോ? അല്ല, ഇതിനെ എവിടുന്ന് കിട്ടി? ഇതിനെ എവിടുന്ന് കിട്ടിയെന്ന്? ദാ എന്റെ ഇത്തേനെ തന്നെ. ഞങ്ങൾ വീടിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാ ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നേ. ഞങ്ങൾ പിന്നെ ചേച്ചിയുടെ കൂടെ വന്നു. അല്ലടാ, അതെന്താ നിനക്ക് എന്നെ മാത്രം മൈൻഡ് ഇല്ലാത്തെ? എങ്ങനെ മൈൻഡ് ചെയ്യാനാ? ആ ഷെൽഫിൽ വെച്ചിരുന്ന എന്റെ ഡയറി മിൽക്ക് എവിടെ? അതിനാ ഡയറി മിൽക്ക് നിന്റെ അല്ലല്ലോ. ആ ഷെൽഫ് എന്റെ അല്ലേ? അപ്പൊ അതിനകത്തുള്ള ഡയറി മിൽക്ക് എന്റെ അല്ലേ? എന്തോ എങ്ങനെ? അത് ഞാൻ എന്റെ പോക്കറ്റ് മണി വെച്ച് വാങ്ങിയതാ. അത് ഞാൻ തന്നെ തിന്നു. അതിനെന്താ പ്രശ്നം? ഇനി അഥവാ നിനക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നീ കൊണ്ടേ കേസ് കൊടുത്തോ. ഉപ്പ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉയ്, ഞാൻ പേടിച്ചു. ഇത്ര പേടിച്ചാ മതിയാ? അതോ ഇനിയും പേടിക്കണോ? പറഞ്ഞു കൊടുക്കും ഞാൻ. നോയിക്കോ. നീ പറഞ്ഞോ. ഞാൻ എന്റെ മുറിയിൽ പോന്ന. ഞാൻ എന്റെ അപ്പുറത്തെ മുറിയിലുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് വരാം കേട്ടോ. ഞങ്ങൾ ഈ റൂമിലിരുന്ന് കളിച്ചോളും. അങ്ങോട്ടൊന്നും വരൂല. ആഷി, ഇത് നിന്റെ സ്വന്തം മുറിയാ? ആ അതെ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? സൂപ്പർ ആയിട്ടുണ്ട് ആഷി. ഞങ്ങൾ മൂന്നാൾ ഒരു മുറി തന്നെ കിടക്കുന്നത്. ആ മുറിക്കാണെങ്കിൽ ഈ മുറിയുടെ പകുതി വലുപ്പമില്ല. ഞങ്ങളുടെ പഴയ വീട്ടിൽ ഞാനും ഇത്തി ഒന്നിച്ചായിരുന്നു കിടക്കല്. പുതിയ വീടാക്കിയപ്പോ ഉപ്പ എനിക്കൊരു റൂമാക്കി തന്നെ. ആഷി, എന്റെ ഫ്രണ്ട്സില്ലേ വന്നിരിക്കുന്നേ? എന്നിട്ട് നീ എന്താ അവർക്ക് കുടിക്കാനും കഴിക്കാനും ഒന്നും കൊടുക്കാത്തെ? ഞങ്ങൾ വർത്താനം പറഞ്ഞു നിൽക്കുന്നായിരുന്നു ഉമ്മ. ഞാൻ ഇവർക്ക് കുറച്ച് ലഡു കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഇത് എല്ലാവർക്കും കൊടുത്താട്ടെ. ഞാൻ ഹോളിലുണ്ട്. മക്കൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ദാ, നിങ്ങൾ ലഡു എടുക്ക്. നിങ്ങൾ ബെഡിൽ പോയിരുന്നോ? ഞാൻ ഈ പാത്രം അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് തരാം. എന്ത് നീറ്റായിട്ട് ആഷി ഈ റൂമിൽ വെച്ചിരിക്കുന്നേ. നമുക്ക് കൊണ്ടൊരു മുറി. ഒരാള് കാരണം അതെപ്പോ നോക്കിയാലും വൃത്തിയോടാണ്. ആഹാ, മനസ്സിലായല്ലോ. ഇവര് പിന്നെയും തുടങ്ങിയല്ലോ. റൂം വൃത്തിയോടാവാൻ കാരണം ചേച്ചിയാ. ഞാനോ? ഞാനെന്താ ചെയ്തേ? ഒന്നും ചെയ്യാത്തോണ്ടേ. പറയുന്ന ആള് മൊത്തം വൃത്തിയാക്കിയിട്ടാണല്ലോ വെക്കുന്നേ. റൂമിലെ കച്ചറ പകുതി നിന്റെയാ, ബാക്കി പകുതി ചേച്ചിന്റെ. രണ്ടാൾക്കും ഈക്വൽ ആയല്ലോ. ഇനി നിർത്തിക്കൂടെ? ഇവർക്ക് ഇതെന്താ പറ്റിയേ? ഇതെന്താ എല്ലാരും ദേഷ്യത്തിലാണല്ലോ? എന്തു പറ്റി? ഒന്നുമില്ല ആഷി, ഞങ്ങള് വെറുതെ. എന്താടാ ഉണ്ണി പറ്റിയേ? ഒന്നുമില്ലടാ, ഒരു വൃത്തിയുടെ പ്രശ്ന. വൃത്തിയുടെ പ്രശ്ന? അത് വിട്ടേ ആഷി, അത് ഞങ്ങൾ നമ്മുടെ വീട്ടിൽ ചെന്ന് തീർത്തോളാം. അല്ല, നിങ്ങൾക്ക് എന്റെ വീടൊക്കെ കാണണ്ടേ? വാ, ഞാൻ കാണിച്ചു തരാം. ഒരു മുറി കണ്ട പ്രശ്നം ഇപ്പൊ തീർന്നതേ ഉള്ളൂ. വീട് മൊത്തമായിട്ട് പിന്നൊരു ദിവസം കണ്ടാ പോരെ? ആന്റി ഇവിടെ ഇല്ല. ആന്റി ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയിട്ടാളെ. 2-3 ദിവസമായി പോയിട്ട്. ആഷി, അപ്പൊ ആന്റിയുടെ ഭർത്താവ് മക്കളൊക്കെ എവിടെയാ? അതിനെന്റെ ആന്റി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇല്ലേ? അതെന്താ? അതെല്ലാം വലിയ കഥയാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? എനിക്ക് കുറച്ച് സ്ഥലം എന്താ, ഞാൻ ഇരിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. നീ ഇവിടെ ഇരുന്നോ. ആന്റിക്ക് പണ്ടൊരു പ്രേമം ഉണ്ടായിരുന്നു. ആളെ ഹിന്ദുവാ. അപ്പൊ ഉപ്പുപ്പ ഭയങ്കര പ്രശ്നമാക്കി. വീട്ടില് വേറെ ആർക്കും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഉപ്പുപ്പ ഭയങ്കര പ്രശ്നമാക്കി. ഉപ്പുപ്പ ജീവനോടുള്ളപ്പോ കല്യാണം നടത്തി കൊടുക്കൂലെന്ന് പറഞ്ഞു. എന്നിട്ടോ? ആന്റി പറഞ്ഞു വീട്ടുകാർ സമ്മതിക്കാതെ കല്യാണം കഴിക്കൂലെന്ന്. എന്നിട്ടോ? മറ്റേ ആളും ആന്റി കുറെ കാലം കാത്തു നിന്നു. 10 കൊല്ലത്തിന് മേലിൽ അവർ കാത്തു നിന്നു. എന്നിട്ട് ഉപ്പുപ്പ അയ്യാത്തോണ്ട് അയാള് വേറെ കല്യാണം കഴിച്ചു. അയ്യോ, കഷ്ടായിപ്പോയി. പക്ഷെ അയാൾ കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ദിവസം ഉപ്പുപ്പ അയ്യത്തായിപ്പോയി. അയ്യോ, അപ്പൊ ഒരു ദിവസം കൂടി കാത്തിരുന്നെങ്കിൽ അയാൾക്ക് എന്റെ ആന്റീനെ കല്യാണം കഴിക്കാൻ പറ്റുമായിരുന്നല്ലേ? അയാൾ കല്യാണം കഴിച്ചല്ലോ. എന്നിട്ട് നിന്റെ കല്യാണം കഴിക്കാത്തെ? എനിക്കറിയില്ല എന്താന്ന്.